ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ അനന്തകോടി പ്രണാമം. അമ്മ ശ്രീ ശാരദാംബയ്ക്ക് ഹൃദയസമർപ്പണം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിനായ അനിലങ്കളിനും ഈ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിലെ അടുത്ത കഥ പേരുമാറ്റം. പഴയ കാലത്ത് ആളുകൾക്ക് പേരിടുന്നതിലും അവർണ്ണ സവർണ വ്യത്യാസമുണ്ടായിരുന്നു. കണ്ടങ്കോരൻ, കോന്നൻ, നീലാണ്ടൻ, മാക്കോത, ചക്കി, കോത, കാളി എന്നിങ്ങനെയുള്ള തീരെ അപരിഷ്കൃതമായ പേരുകളാണ് അവർണർക്ക് നൽകിയിരുന്നത്. അവർണർ മറ്റുള്ളവരുടെ അടിമകളാണെന്നുള്ള തോന്നലുണ്ടാക്കാൻ ഇത് കാരണമായി. ഭഗവാൻ ഈ സത്യം ശരിക്കും മനസ്സിലാക്കിയിരുന്നു. പേരുകൾക്കൊരു പുതുമ വരുത്താൻ ഭഗവാൻ ശ്രദ്ധ വയ്ക്കാൻ തുടങ്ങി. കാർത്തികേയൻ, ഹരിഹരൻ, ശങ്കരൻ, പാർവതി, മീനാക്ഷി, ഗൗരി തുടങ്ങിയ പേരുകൾ പുതുതലമുറയ്ക്ക് നൽകാൻ ഗുരു പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരിക്കൽ ഭഗവാൻ പ്രാക്കുളത്തുള്ള ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിലെത്തി. നിരവധി പേർ ഭഗവാനെ കാണാൻ അവിടെ എത്തിയിരുന്നു. അക്കൂട്ടത്തിൽ കൊല്ലത്തെ ഒരു പ്രമുഖ ഡോക്ടറായ NN പണിക്കരുടെ അച്ഛൻ നാരായണനുമുണ്ടായിരുന്നു. തൻ്റെ ഏക മകളെയും കൂട്ടിയാണ് അയാൾ ഭഗവാന്റെ സന്നിധിയിലെത്തിയത്. ഗുരുപാദങ്ങളിൽ മകളെ കൊണ്ട് നാരായണൻ 1 പവൻ കാണിക്ക സമർപ്പിച്ചു. അയാളെ ഗുരുവിന് നല്ല പരിചയമുണ്ടായിരുന്നു. എന്തിനാണാവോ നാരായൺ ഈ തിരക്കിനിടയിൽ വന്നത്? ഗുരുദേവൻ മുഖമുയർത്തി ചോദിച്ചു. ഗുരു, എൻ്റെ മകൾക്ക് വലിയൊരു സങ്കടം. അതെന്താ? നമ്മോട് പറയൂ, ഗുരു ആവശ്യപ്പെട്ടു. അവൾക്കിപ്പോഴുള്ള പേര് ഇട്ടിരക്കാളി എന്നാണ്, അയാൾ സങ്കടത്തോടെ അറിയിച്ചു. അതിനെന്താ കുഴപ്പം? അതേതോ ദുർബോധത്തിൻ്റെ പേരാണെന്നാണ് മകൾ പറയുന്നത്. അതൊന്നു മാറ്റിക്കിട്ടണം. അയാൾ അപേക്ഷയോടെ കൈകൂപ്പി. എങ്കിൽ ഇന്നു മുതൽ കാർത്യായനി എന്ന് പേര് മാറ്റി വിളിച്ചോളൂ, ഭഗവാൻ നിർദ്ദേശിച്ചു. അത് കേട്ട് നാരായണൻ്റെയും ഇട്ടിരിക്കാളിയുടെയും മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു. അന്നു മുതൽ ഇട്ടിരിക്കാളി കാർത്യായനിയായി മാറി. നന്ദി, നമസ്തേ.